നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പോയിരിക്കുന്നു. ഇബ്രാഹിമിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന മക്കയിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെ കൊണ്ടുചെന്നാക്കിയ മക്കയിലേക്ക്, ഇസ്മായിൽ നബിയുടെ കരച്ചിലിന് ഉത്തരമായി സംസം ഉറവയെടുത്ത മക്കയിലേക്ക്, ഹാജറും ഇസ്മായിലും അവിടെ തമ്പടിച്ച് ജുർഹൂം ഗോത്രക്കാർ അവിടേക്ക് കടന്നുവന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായുള്ള അവരുടെ വൈവാഹിക ബന്ധത്തിലൂടെ ഇസ്മായിലിന്റെ സന്തതി പരമ്പരകൾ വ്യാപിച്ച മക്കയിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെയും കൂട്ടി കഅബ പടുത്തുയർത്തിയ മഹത്തായ മക്കയുടെ മണ്ണിലേക്ക് ഹജ്ജിനു വേണ്ടി, അഖില ലോക മുസ്ലിം സമ്മേളനത്തിനു വേണ്ടി ഒരേ തരത്തിലുള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് തൽബിയത്തിന്റെ ധ്വനികളുമായി ഹജ്ജിനു വേണ്ടി ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ. വളരെ വളരെ ശാന്തമായി നമുക്ക് ആലോചിക്കുവാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മക്ക, ഇസ്മായിലിന്റെയും ഹാജറിന്റെയും ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന മക്ക, അവർ പടുത്തുയർത്തിയ കഅബ നിലകൊള്ളുന്ന മക്ക. പക്ഷേ ഹജ്ജിന്റെ ഒരു സന്ദർഭത്തിലും ഒരനുഷ്ഠാനത്തിലും ഒരാരാധനയിലും ഒരു പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് സഹായം തേടുന്ന ചെറിയൊരു വരി പോലുമില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് സഹായം തേടുന്ന ചെറിയൊരു വരി പോലുമില്ല. ഹാജറിനെ വിളിച്ച് സഹായം തേടുന്ന ചെറിയൊരു വരി പോലുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കു വേണ്ടി സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന മുസ്ലിം തീർത്ഥാടനത്തിന്റെ അവസരത്തിൽ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഹാജറിനെയും ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചെറിയൊരു വാക്യത്തിന്റെ ശകലം പോലും ഇല്ലാതെ പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥവും ആശയവും അള്ളാഹു സംരക്ഷിച്ചതുകൊണ്ടാണ്. പടച്ചതമ്പുരാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് മുസ്ലിങ്ങൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണമെന്ന് നിർബന്ധം വെച്ചതുകൊണ്ടാണ്. അവിടെയാണ് മുസ്ലിം സമുദായം മാറി ചിന്തിക്കേണ്ടത്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്വന്തം ജീവിതത്തിൽ പറയുക മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അദ്ദേഹം സമൂഹത്തോട് അത് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. ആളുകൾക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന ആരാധ്യ ശക്തികളെയും ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു വരണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് അദ്ദേഹത്തോട് പിണങ്ങി, അദ്ദേഹത്തെ യാട്ടിപ്പുറത്താക്കി, അദ്ദേഹത്തെ ഈ കുണ്ടത്തിലേക്ക് എറിയാൻ അവിടെയുള്ള രാജാവ് സന്നദ്ധനായി, ദൃഷ്ടനായി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തളർന്നില്ല. അതിനാണ് നന്ദി എന്ന് പറയുന്നത്, അതിനാണ് ശുക്ർ എന്ന് പറയുന്നത്. എനിക്ക് വായു തന്ന അള്ളാഹു, എനിക്ക് വെള്ളം തന്ന അള്ളാഹു, എനിക്ക് ജന്മം നൽകിയ അള്ളാഹു, എനിക്ക് അവയവങ്ങൾ നൽകിയ അള്ളാഹു, എനിക്ക് ശരീരം നൽകിയ അള്ളാഹു, എനിക്ക് ആത്മാവ് നൽകിയ അള്ളാഹു, എനിക്ക് ഉമ്മയെ തന്ന അള്ളാഹു, എനിക്ക് ഉപ്പയെ തന്ന അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന്, ആ അള്ളാഹുവിന് പുറമെ മറ്റൊരു അദൃശ്യ ശക്തിക്കും നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് സമൂഹത്തിന്റെ മുഖത്തു നോക്കി ധീരമായി പ്രഖ്യാപിക്കുവാൻ എനിക്കാരുടെയും തിട്ടൂരം ആവശ്യമില്ല എന്ന്, ആരുടെയും പിന്തുണ ആവശ്യമില്ല എന്ന്. ആരെന്നെ വെറുത്താലും ആരെന്നെ എതിർത്താലും ആര് മുഖം കറുപ്പിച്ചാലും ആരെന്നെ ബഹിഷ്കരിച്ചാലും ആരെന്നെ ഭീഷണിപ്പെടുത്തിയാലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ലോകത്തിനു മുന്നിൽ അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമായി ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം. ആ പ്രഖ്യാപനത്തെ കരിച്ചു കളയാൻ നമ്രൂദിന്റെ അഗ്നിതാളങ്ങൾക്ക് കഴിയില്ല. ആ പ്രഖ്യാപനത്തെ കരിച്ചു കളയാൻ ആസറിന്റെ കല്ലേറുകൾക്ക് കഴിയില്ല. ആ പ്രഖ്യാപനം മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ വെളിച്ചത്തിലുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം. ആ പ്രഖ്യാപനത്തെ